മോൺസ്റ്റർ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ്. അത് എന്താ സംഭവം വെച്ചാൽ നന്നായിട്ട് മഴ പെയ്തുകൊണ്ട് നന്നായിട്ട് നിറഞ്ഞ് ഒഴുകി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ വീട്ടിലിരുന്ന് ഇന്ന് പണിയൊക്കെ ലീവായപ്പോൾ ഒരു ചെറിയൊരു ആഗ്രഹം വായിച്ചാൽ ഒന്ന് പോയി കണ്ട് ഒരു ആതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് കണ്ട് വന്നാലോ എന്നുള്ളൊരാഗ്രഹം. ഞാൻ ഇതിന് മുന്നേ ഒരു പ്രാവശ്യമാണ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ തോന്നിയ ഒരു ആഗ്രഹമാണ് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ നിറഞ്ഞു ഒഴുകണൊരു സംഭവം. അതെങ്ങനെ ആവും എന്നുള്ളത് ഒന്ന് കാണണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. നമ്മൾ ആതിരപ്പള്ളിക്ക് പോണതിൻ്റെ ഒരു വഴിയിലുള്ളൊരു ചെറിയൊരു വ്യൂ പോയിന്റിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അവിടുന്ന് നോക്കിയാൽ തന്നെ നോക്കിയാൽ കാണില്ല, ഞാൻ ബാക്ക് ക്യാമറ ഇട്ടുകൊണ്ട് കാണിച്ചു തരാം. ഇവിടുന്ന് നോക്കിയാൽ തന്നെ ഒരു ഭയങ്കര ഒരു വ്യൂ ആണ് ഇവിടുന്ന് നോക്കിയാൽ കാണൽ. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം. ഞാൻ താഴത്തേക്ക് പോകണം. അതിനിവിടെ വരുന്നതിന് മുന്നേ ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം നമ്മൾ ഇതിൽ കയറാൻ. ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ് ചാർജ് ഉള്ളത്. പിന്നെ വണ്ടിക്ക് പ്രത്യേക ഒരു ചാർജ് ഉണ്ട്. ഞങ്ങളെ വണ്ടി നമ്മളെ ഓട്ടോ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ചാർജ് 10 രൂപയാണ് അവർ ഈടാക്കിയിരുന്നത്. എന്നാൽ ഇവിടുന്ന് കാണുന്ന ഒരു ചെറിയൊരു വ്യൂ നാം കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് താഴത്ത് കണ്ട കുറച്ചുള്ളൂ, താഴത്ത് കണ്ട വ്യൂ പോയിൻറ്റിൻ്റെ അവിടുന്ന് കുറച്ച് മുകളോട്ട് നടന്നിട്ട് അവിടുന്ന് കുറച്ചും കൂടി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ദൂരം നടക്കാണ്ട്. അപ്പോൾ നമ്മളെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ സുഹൃത്താണ്ട് പോയിട്ടുണ്ട്. ഞാനും വേറെ 2 സുഹൃത്തുക്കളും കൂടിയാണ് വന്നത്. അവന് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് പോയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് വരുമ്പോൾ അവൻ വന്നിട്ട് വേണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ. ആ കാണാനാണ് അതിൻ്റെ കവാടം. നമ്മളതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പ്രത്യേക ഇവിടെ സ്ഥലങ്ങളൊന്നും ഇല്ലയെന്നാണ് തോന്നുന്നുണ്ട്. ഞങ്ങൾ റോഡിൻ്റെ സൈഡിൽ തന്നെ വണ്ടി സൈഡാക്കിയിരിക്കണേ. പിന്നെ നമുക്ക് ഞാൻ ആ കവാടത്തിൽ കൂടി ടിക്കറ്റ് അവിടെ കാണിച്ചു കൊടുത്തിട്ട് വാക്സിൻ്റെ എന്തോ ഫസ്റ്റ് ഡോസ് വാക്സിൻ്റെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവരത് ചോദിക്കാനൊരു സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ വല്ല പതുക്കെ അവരടുത്ത് പോയിട്ട് ടിക്കറ്റ് കൊടുത്ത് നോക്കുക. വാക്സിനേഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിക്കാൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ അടുത്ത് വാക്സിൻ എടുത്ത പേപ്പറൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. வனம் மற்றும் வனவியல் துறையின் விதிகளையும் விதிமுறைகளையும் கண்டிப்பாக கடைபிடிக்க வேண்டும். அனைத்து பார்வையாளர்களும் அதிகாரிகள் மற்றும் வன பாதுகாப்பு சமிதி வழிகாட்டுதலின் ஒழுங்குமுறைகளை கண்டிப்பாக கடைபிடிக்க வேண்டும். അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കിടന്നുകയാണ്. പിന്നെ വാക്സിൻ്റെ പേപ്പറൊന്നും ചോദിച്ചിട്ടില്ല. ഇനി ഈ വഴിയാണ് നമുക്ക് പോകാനുള്ളത്. ഇവിടെ ഒരുപാട് ബോർഡുകളൊക്കെ എഴുതിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ബോർഡാണിത്. പുഴയിൽ ഇറങ്ങുന്നത് ശിക്ഷാർഹമാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് സംഭവം.
അത് നമ്മൾ അത്രയും ഒഴുക്കുള്ള ഒരു വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ കാലൊന്ന് വഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ നേരെ താഴത്തേക്ക് പോകാനും അതുപോലെ ജീവന് ഭീഷണിയാകാനും സാധ്യതയുള്ള ഒരു അതിൻ്റെ ഒരു എന്താ പറയുക അതിൽ നിന്നുള്ള ഒരു രക്ഷ എന്നുള്ള അതിൻ്റെ പേരിലാണ് ആ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളത് വരുമ്പോൾ പ്രധാനമായിട്ടും അത് സൂക്ഷിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഒരിക്കലും ആരും വെള്ളത്തിലേക്ക് ഇറങ്ങരുത്. കേരളത്തിലെ ഏറ്റവും വലിയ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഇത് പിന്നെ അതുപോലെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി ആതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലുള്ള ഒരു വെള്ളച്ചാട്ടം. അതൊന്നും പ്രത്യേകമായിട്ട് നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വരുമ്പോൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ ഒരിക്കലും ഇറങ്ങാൻ ശ്രമിക്കരുത് എന്നുള്ളൊരു സംഭവം തന്നെയാണ്. പിന്നെ അതുപോലെ ഇവിടെ ഒരുപാട് മൃഗങ്ങൾ, കുരങ്ങനായിട്ടും പിന്നെ അതുപോലെ കലമാന് അതുപോലത്തെ മൃഗങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും. അവരൊന്നും ഉപദ്രവിക്കാൻ പാടില്ല. അങ്ങനത്തെ ഒക്കെ ഒരു സംഭവമാണ് ഇവിടുത്തെ അധികൃതർ നമുക്ക് പറഞ്ഞു തരാം. വണ്ടിയായിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ വളരെ പതുക്കെ വരാൻ ശ്രമിക്കുക. കാരണം മൃഗങ്ങൾ റോഡിലൂടെ പ്രവേശിക്കാനുള്ള സാധ്യത ഒരുപാടുള്ള ഒരു ഏരിയയാണിത്. അപ്പോൾ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം നമ്മൾ നടന്നുകൊണ്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത്, അതായത് അതിൻ്റെ മുകൾ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. താഴത്തേക്ക് പോകാൻ ഇവിടെ വേറൊരു വഴിയുണ്ട്. ഇതിലൂടെ നമുക്ക് താഴത്തേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ എടുത്ത് പോയിട്ട്, എടുത്ത് പറഞ്ഞാൽ വളരെ അടുത്തൊന്നുമില്ല, അവിടെ ഒരു കയറൊക്കെ കിട്ടിക്കണം അങ്ങോട്ട് അപ്പുറത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി. അവിടെ വരെ പോയിട്ട് നമുക്ക് അതിൻ്റെ അടുത്തുനിന്നുള്ള മനോഹരമായ അടിപൊളി ദൃശ്യങ്ങൾ നമുക്ക് കാണാം.
ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.